ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്നു. അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും കുറെ സ്റ്റുഡൻസിന് സംശയമുണ്ട്, അസൈൻമെന്റ് ഈ പ്രാവശ്യം ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അസൈൻമെന്റ് ഇപ്രാവശ്യം ഓൺലൈൻ ആണ് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയുന്ന കാര്യം, അല്ലെങ്കിൽ അവർക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ഓഫ്ലൈൻ ആയിട്ട് ഏതെങ്കിലും ലേണേഴ്സ് സെന്ററുകൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് എങ്ങനെയാ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുമ്പോഴും ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അസൈൻമെന്റ്സിൽ എന്തൊക്കെയാണോ ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റ് ആയിട്ട് നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ലൈക്ക് അസൈൻമെന്റ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി പാർട്ട് വേണം, പിന്നെ കൺക്ലൂഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ് റെഫറൻസ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി പ്ലസ് ഫുട് നോട്ട്. ഇത്രയും കാര്യങ്ങൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അസൈൻമെന്റിന്റെ ഉള്ളിലുള്ള കണ്ടന്റുകളാണ്. അപ്പൊ അതെല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്യണം. പിന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നാണ് അസൈൻമെന്റ് ഫ്രണ്ടിൽ വെക്കുന്ന ഫേസിംഗ് ഷീറ്റ് എന്ന് പറയുന്നത്. ഫേസിംഗ് ഷീറ്റിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, എന്താണ് ഫേസിംഗ് ഷീറ്റ് എന്നുള്ളത്. അപ്പം ഈ ഫേസിംഗ് ഷീറ്റ് നമ്മൾ അസൈൻമെന്റിന്റെ ഫ്രണ്ട് കോപ്പി ആയിട്ട് വെക്കണം. അതും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ചെയ്യണം. ഇതിലുള്ള വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ. ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ ഈ അസൈൻമെന്റുകൾ എല്ലാം പേപ്പറിൽ എഴുതി നമ്മളത് ഒരുമിച്ച് വെച്ച് ഫേസിംഗ് ഷീറ്റ് ഉൾപ്പെടെ ഒരുമിച്ച് വെച്ച് ടാഗ് ചെയ്ത്, അതായത് നമ്മളോട് പറയുന്നുണ്ട് പിൻ ചെയ്യരുത്, സ്റ്റാപ്ലർ പിന്നും കൊണ്ട് പിൻ ചെയ്യരുത്. നമുക്ക് ഈ ടാഗ് വാങ്ങാൻ കിട്ടും. ആ ടാഗ് കൊണ്ട് ടാഗ് ചെയ്ത് ഹോളിട്ട് ടാഗ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ടിലുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലേണേഴ്സ് സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫോട്ടോ എടുത്ത് എഴുതി വെച്ചിട്ടുള്ള അസൈൻമെന്റ് ഫോട്ടോ എടുത്ത് 10 MB, അതായത് ഒരു ഫയൽ സൈസ് പറയുന്നുണ്ട്. ഓരോ അസൈൻമെന്റും സെറ്റ് 1ഉം സെറ്റ് 2ഉം എല്ലാം ഓരോ സബ്ജക്റ്റിന്റെയും 10 MBക്കുള്ളിലാക്കി സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ നിങ്ങളുടെ ഡാഷ്ബോർഡിലൂടെ നിങ്ങളുടെ അസൈൻമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒന്ന് ഫിസിക്കലി നമ്മൾ ഓഫ്ലൈൻ ആണെങ്കിൽ നേരിട്ട് കൊണ്ടുവയ്ക്കുന്നു, ഓൺലൈൻ ആണെങ്കിൽ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നു സൈറ്റിലൂടെ എന്നുള്ളതാണ് വ്യത്യാസം. ബാക്കി ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകളെല്ലാം സെയിം ആണ്. അപ്പൊ ഫിസിക്കൽ സബ്മിഷൻ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. മറിച്ച് ആ ഫിസിക്കലി നമ്മളെല്ലാം എഴുതി അതിന് നമ്മൾ ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്തിട്ട് വേണം ഓൺലൈൻ അതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പോഴും ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വൃത്തങ്ങളിൽ നിന്നോ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യാം എന്ന് അറിയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് നിങ്ങൾ ചെയ്യുക. ഒരിക്കലും മാറിപ്പോകാതെ സൂക്ഷിക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ഫേസിംഗ് ഷീറ്റ് എന്ന് പറയുന്നത്. കാരണം ഫേസിംഗ് ഷീറ്റിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ടോപ്പ് ലെയറിൽ തന്നെ സെറ്റ് 1 എന്നുള്ളത് അല്ലെങ്കിൽ ഫോം നമ്പർ 1 എന്നുള്ളതുണ്ട്. ഫോം നമ്പർ 1 എന്നുള്ള ഫേസിംഗ് ഷീറ്റ് നിങ്ങൾ സെറ്റ് 1ന്റെ മേലെയും ഫോം നമ്പർ 2 എന്നുള്ള ഫേസിംഗ് ഷീറ്റ് സെറ്റ് 2 അസൈൻമെന്റിന്റെ മേലെയാണ് വെക്കേണ്ടത്. അതൊന്നും മാറിപ്പോവരുത്. അതുപോലെ തന്നെ അതിന്റെ താഴെ ഫേസിംഗ് ഷീറ്റിന്റെ താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇൻവിജിലേറ്റേഴ്സിന് ആഡ് ചെയ്യാനുള്ളത്, അതൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് ആഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അത് ഇൻവിജിലേറ്റേഴ്സിന് മാർക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള നിങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും വളരെ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് അസൈൻമെന്റ് ചെയ്യേണ്ടത്. അപ്പം ഇനി ഇതുപോലത്തുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നിന്ന് നിങ്ങൾക്ക് അസൈൻമെന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ലേൺ സ്റ്റോർ വഴിയാണ് അസൈൻമെന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഒന്ന് കയറി ചെക്ക് ചെയ്യുക. സെക്കൻഡ് സെമ്മിന്റെയും തേർഡ് സെമ്മിന്റെയും ഫിഫ്ത് സെമിസ്റ്ററിന്റെയും എല്ലാതിന്റെയും BA ഇംഗ്ലീഷ്, BA മലയാളം, BA സോഷ്യോളജി, ഹിസ്റ്ററി, BCom, PG പ്രോഗ്രാം ആയിട്ട് MA ഇംഗ്ലീഷ്, MA മലയാളം, MCom ഇത്രയും പ്രോഗ്രാമിന്റെ അസൈൻമെന്റ്സ് അവൈലബിൾ ആണ്. സോ അസൈൻമെന്റ്സ് വേണമെന്നുള്ളവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലേൺ സ്റ്റോറിന്റെ ലിങ്ക് ഉണ്ട്, പെട്ടെന്ന് തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.